മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം നമ്മൾ അടുക്കളത്തോട്ടം നിർമ്മാണം അതേപോലെ തന്നെ മറ്റ് പച്ചക്കറികളൊക്കെ നട്ടു വളർത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സംഗതിയാണ് ഒന്ന് ഈ പച്ചക്കറികളുടെ വാട്ടരോഗം. കാരണം ഇപ്പം കർഷകരുടെ കയ്യിൽ നിന്നെല്ലാം നമ്മൾ വിത്തുകൾ വാങ്ങിക്കുന്നത്, നമ്മൾ പലരും നേഴ്സറിയിൽ നിന്നൊക്കെയാണ് വിത്തുകൾ വാങ്ങിക്കുന്നത്. ഹൈടെക് വിത്തുകളൊക്കെയാണ്, ഹൈ ക്വാളിറ്റിയുള്ള വിത്തുകളൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ വിത്തുകൾ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടേ വളരെ ബുദ്ധിമുട്ടി ഉഴവൊക്കെ ശരിയാക്കി വളമൊക്കെ ഇട്ട് നട്ട് കിളുത്ത് വരുന്ന പടരുന്നുണ്ടേ അതിൻ്റെ തണ്ടുകളൊക്കെ അങ്ങ് അഴുകി പോവുകയാണ്, തണ്ടുകൾ കരിഞ്ഞു പോവുകയാണ്. പല നമ്മുടെ പ്രേക്ഷകർ എന്നോട് ചോദിച്ചു, ഇതെന്താണ്, ഇത് വല്ല വെട്ടിലോ വല്ലതും വന്ന് മുറിച്ച് കളയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറയാമെന്നല്ല, ഇത് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ അതിൻ്റെ പരീക്ഷണ ഘട്ടത്തിലാണ്. പരീക്ഷണം വിജയിച്ചാൽ ഉടൻ ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് അതിൻ്റെ ഫലം പങ്കുവെക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പരീക്ഷണം ഞാൻ നടത്തി നോക്കി, അത് വിജയിച്ചു. അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പം പയർ, അതുപോലെ തന്നെ പാവൽ, വെണ്ട, ചീര, ഈ തരത്തിലുള്ള എല്ലാ പച്ചക്കറികളിലും കീടങ്ങൾ വെച്ചാൽ പ്രധാനമായിട്ട് ഈ ഉറുമ്പ്, പയറിലൊക്കെ തന്നെ ഉറുമ്പിൻ്റെ കശിയാണ്. ഉറുമ്പ് വന്ന് ഈ പയറിൻ്റെ ആ കിളുന്ന ഇളകൾ അവിടെ തേൻ കുടിച്ചിട്ട് പിന്നെ അതിൻ്റെ മുട്ടുകളും ആ പൂക്കളും കുഞ്ഞ് കായ്കളും ഒക്കെ ഉണ്ടാകുമ്പോഴേ അങ്ങ് തിന്ന് നശിപ്പിക്കുക. പിന്നെ ക്രമേണ ആ ചെടി തന്നെ നശിച്ചു പോകുന്ന ഒരു പ്രകൃതം. അപ്പോൾ ഉറുമ്പിൻ്റെ ഒരു വലിയ ശല്യമാണ്. പിന്നെ മറ്റൊന്ന് ഇലയൊട്ടിപ്പുഴു ഭയങ്കരമാണ്. ഇലയ്ക്കകത്ത് കയറി ഇരുന്ന് ആ പകൽ സമയം അങ്ങനത്തേക്ക് രാത്രിയിലെ ഇലകളൊക്കെ ഒന്ന് കയറും. പിന്നെ കായ്ച്ചകൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വസ്തുക്കൾ, ധാരാളമായ രാസവസ്തുക്കൾ നമുക്ക് ലഭ്യമാണ്. അത് മേടിച്ച് നമ്മൾ അടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ജൈവ കൃഷിയിലൂടെ മാത്രം യാതൊരു ദോഷവുമില്ലാത്ത സ്വാദിഷ്ടമായ പച്ചക്കറികളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൈവ രീതിയിലുള്ള ഒരു മിശ്രിതം. അപ്പോൾ അത് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്ന കീടങ്ങളെല്ലാം പോകുന്നു, ഒപ്പം വാട്ടരോഗങ്ങൾ ഇല്ലാതാവുന്നു. അതിനോടൊപ്പം തന്നെ ഈ ലായനി തളിക്കുമ്പോൾ അതിനൊരു വളം കൂടിയാവുന്നു, മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിക്കുന്നു. അതിനുള്ള ഒരു ഉപാധിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവം നിങ്ങൾക്കറിയാം, ഇത് വേപ്പിൻ്റെ പിണ്ണാക്കാണ്. വേപ്പിൻ്റെ പിണ്ണാക്ക് കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, വളക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ വേപ്പിണ്ണാക്ക് നല്ലൊരു വളമാണ്, ഒപ്പം നല്ലൊരു കീടനാശിനി കൂടിയാണ്. അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്ക് കൊണ്ട് നമ്മൾ ഇന്ന് ക്ഷുദ്രജീവികളെ അകറ്റാനും ഒപ്പം നമ്മൾ നിന്ന പച്ചക്കറികളുടെ വാട്ടരോഗങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെയുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുചെയ്യുന്നത്. അപ്പോൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഈ വേപ്പിൻ പിണ്ണാക്ക് രണ്ട് തരത്തിലുണ്ട്. ഇതിൻ്റെ പൊടി കിട്ടും, ഇത് പൊടിച്ചത് മേടിക്കാൻ കിട്ടും. ഇത് കട്ടയായിട്ടുള്ളതാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കട്ടയായിട്ടുള്ളതാണ്. എൻ്റെ പരീക്ഷണത്തിൽ കട്ടയായിട്ടുള്ള വേപ്പിൻ പിണ്ണാക്കാണ് കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതെടുത്തത്. നമ്മൾ 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ 1 കിലോ വേപ്പിൻ, നമ്മൾ എത്രമാത്രം വേപ്പിൻ പിണ്ണാക്കാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി നമ്മൾ ഒരു ബക്കറ്റിനകത്ത് സംഘടിപ്പിക്കുക. അപ്പം 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം, അപ്പോൾ ഒരു 1 ലിറ്റർ വെള്ളം, അല്ല 1 കിലോ വേപ്പിൻ പിണ്ണാക്കിന് 2 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ നമ്മൾ എടുത്തതിന് ശേഷം ഈ വേപ്പിൻ പിണ്ണാക്ക് ഈ വെള്ളത്തിനകത്ത്, ഇത് വെള്ളമാണ്, ഈ വെള്ളത്തിനകത്ത് നമ്മളങ്ങ് ഇടണം. വെള്ളത്തിനകത്ത് ഇട്ട് ഉദ്ദേശം 1 മണിക്കൂർ അത് മാറ്റി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ഇത് 1 മണിക്കൂർ മാറ്റി വെച്ച അതാണ് ഇത് ഉണ്ട്. ഇതിപ്പം 1 മണിക്കൂറിന് മുമ്പ് ഇട്ടതാണ്, 1 മണിക്കൂർ ആയതാണ്. 1 മണിക്കൂർ ആകുമ്പോഴത്തേന് ഇത്തരത്തിൽ ഇങ്ങനെ ആവും. ഇത് ഇങ്ങനെ അരിഞ്ഞ് ഇരിക്കും. ഇതിങ്ങനെ അരിയും. ഇത് കൈ കൊണ്ട് തൊട്ടെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല. വേപ്പ് നമുക്കും ഉപയോഗപ്രദമായ ഒരു സംഗതിയാണ്. ഇങ്ങനെ ഇത് ഭംഗിയായിട്ട് നമ്മൾ ഞെരടി ചേർക്കുക. ഉണ്ടോ, ഇത് ഭംഗിയായിട്ട് ഞെരടി ചേർക്കുക. അപ്പം ഇങ്ങനെ ഞെരടി ചേർക്കുന്നുണ്ടേ ഇതേപോലെ ഒരു കളറും ഒക്കെ നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അരിച്ചെടുക്കണം. ഈ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഈ ലായനി നമ്മൾ അരിച്ച് എടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ട്. സ്പ്രേ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ അരിച്ചെടുത്ത്. ഇപ്പം ഞാൻ സ്പ്രേ അല്ല, ഇപ്പം ഞാൻ ഒരു
അപ്പം നമ്മൾ ഇത് അരിച്ചെടുത്തു. അപ്പം ഞാൻ പറഞ്ഞത് സ്പ്രേ ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്താലും കുഴപ്പമില്ല, കട്ടിയാവരുത്. അപ്പം ഞാൻ സ്പ്രേ ചെയ്യുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള ഒരു പാത്രമുണ്ട്. ഈ പാത്രത്തിനകത്താണ് ഞാൻ ഇത് ഒഴിക്കുന്നത്. നോക്കിയാട്ടെ, ഇത് ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഈ പാത്രത്തിനകത്തുനിന്ന് നമുക്ക് ഏത് ചെടികൾക്ക് വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ ഉറുമ്പും അതുപോലെ തന്നെ കീടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലയിൽ തളിച്ചു കൊടുക്കണം. ഒപ്പം അല്പം ലായനി അതിൻ്റെ ചുവട്ടിലും തളിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വാട്ടരോഗമൊക്കെ ആണെങ്കിൽ മറ്റ് കീടനാശിനികളൊന്നുമില്ലെങ്കിലും ചുവട്ടിൽ കൂടുതൽ തളിച്ചു കൊടുക്കുകയും ഇലയിൽ കുറച്ച് തളിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാത്തതാണ്. ഒപ്പം ഇതൊരു വളം കൂടിയാണ്. അപ്പം നമുക്ക് ഇപ്പോഴും ഇതൊന്ന് തളിക്കുന്നത് എങ്ങനെയാണെന്നൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് സുന്ദരിച്ചീര എന്ന് പറയുന്ന ഒരു ചീരയാണ്. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം അറിയാമായിരിക്കും. ഞാൻ ഇതിൽ നിന്ന് വിത്ത് എടുക്കാൻ വേണ്ടി വളർത്തുവാണ്. വിത്ത് കിട്ടുന്ന മുറയ്ക്ക് ആവശ്യക്കാർക്ക് ഞാൻ നൽകുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത്. സ്പ്രേയറല്ല കേട്ടോ, ഇങ്ങനെ സ്പ്രേ ചെയ്തു. ഇത് പട്ടുചീരയാണ്, പട്ടുചീര. ഇതും വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ഞാനിത് നട്ട് വളർത്തുന്നത്. അതെ, ഇതിപ്പോൾ ഇതിൻ്റെ ഇലയിലും തണ്ടിലും ഇതിൻ്റെ സത്ത്, വേപ്പിൻ പിണ്ണാക്കിൻ്റെ സത്ത് വീണു. അതുകൊണ്ട് ഇതിനകത്ത് ഇനി യാതൊരു തരത്തിലുള്ള പ്രാണികളും വരത്തില്ല. ഇതൊരു 3 ദിവസം കഴിയുന്ന വീണ്ടും ഇതുപോലെ നമ്മൾ തളിച്ചു കൊടുക്കണം. അങ്ങനെ തളിക്കുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചീരയ്ക്ക് യാതൊരു വളവും പിന്നിടണ്ട. കാരണം ഈ ലായനി തന്നെ ഒരു വളമാണ്, ഒരു കീടനാശിനിയാണ്. നമുക്ക് ഇത് വേണമെങ്കിൽ ഇന്ന് തന്നെ ഇത് മുറിച്ചെടുത്ത് നമുക്ക് തോരൻ വെച്ചാലും കഴിച്ചാലും യാതൊരു ദോഷവുമില്ല. വേപ്പിൻ പിണ്ണാക്കിൻ്റെ ബാലൻസ് വന്നത് അത് നമുക്ക് വീണ്ടും ഇത്തരത്തിൽ ഒന്നുകൂടി തയ്യാറാക്കി ഇത് നമുക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ബാലൻസ് ഉണ്ട്. ഇതിനകത്ത് ബാലൻസ് ഉണ്ട്. നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ച് നാളെ ഇതുപോലെ തന്നെ ഇത് അരിച്ച് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇലയിലും തണ്ടയിലും ചുവട്ടിലും വീഴത്തക്ക രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ചീര പോലെയുള്ള ഹ്രസ്വകാല വിളകൾക്ക് പ്രത്യേകിച്ച് പിന്നെ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിത്യവഴുതന, പച്ചമുളക്, ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഇത് മാത്രം മതി. വേറെ വളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ വഴുതന, പാവല്, പയർ അതൊക്കെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ജൈവവളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതും ആവശ്യമാണ്. അപ്പം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, നമുക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയാണിത്. യാതൊരു സൈഡ് എഫക്റ്റുമില്ല. ഒപ്പം ഇതൊരു വളം കൂടിയാണ്. ചിലവ് വളരെ കുറവാണ്. അപ്പം ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ 100% വിജയമാണ്. അതുപോലെ തന്നെ ഇത് തളിച്ചിട്ട് അന്നേരം വേണമെങ്കിൽ നമുക്ക് ഈ പച്ചക്കറി കണ്ടിച്ച് നമുക്ക് ഭക്ഷണമായിട്ട് പാചകം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റി യാതൊരു തരത്തിലുള്ള ദോഷങ്ങളുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചിലവ് കുറഞ്ഞ കൃഷി രീതികളും കൃഷി മാർഗങ്ങളും അതുപോലെ തന്നെ ജൈവ കീടനാശിനികളും ഒക്കെ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാനും അത്തരത്തിലുള്ള അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇത് കാണാനും ഒക്കെ ഇഷ്ടമെങ്കിൽ, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും നൽകിയ എല്ലാ ബഹുമാനീയ പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം.